ഇതാണ് നമ്മളെ തനിയായ രൂപം. ഇതാണ് മേക്കപ്പ്. ഇതപ്പൊ സിദ്ധുവിന്റെ കുളിയും കൂടിയും കഴിഞ്ഞു. ഹലോ, ഇന്നത്തെ നല്ലൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെ വെക്കേഷൻ എന്താ കഴിയാനായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങള് എല്ലാവരും ഫ്രീ ഉള്ള സമയമാണ്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ കുറച്ചൊരു സന്തോഷങ്ങൾ, കൊച്ചു സന്തോഷങ്ങൾ ഒക്കെ കാണിക്കുന്നതാണ്. അപ്പോ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണണം. എന്നെ എണീക്കാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു 7-7:30 ആയി. അല്ലാണ്ട് ലേശോടെ നേരത്തെ ഒക്കെ എണീക്കുന്നത്. പത്തിരി ആട്ടോ ഇന്ന്. പത്തിരി ടൊമാറ്റോ ഫ്രൈ ഇതാ സതീഷേറിന്റെ സ്പെഷ്യലാ. നല്ല സോസൊക്കെ ചേർത്ത അടിപൊളി ടൊമാറ്റോ ഫ്രൈ ആണ്. മക്കള് ഇതാ ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്ന ആളും. ഇനി കാര്യമായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാല് അലക്കലാണ്. നല്ലോണം ഒരുപാടുണ്ട്. ഇത് പിന്നെ ഇതൊക്കെ കുറച്ച് നല്ല ചുരിദാറൊക്കെ കേട്ടോ. ഇതെല്ലാം ഞാള് പിന്നെ പുറത്തുനിന്ന് നല്ലോണം എന്തെങ്കിലും ഷാമ്പൂ ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും നന്നായിട്ട് കഴുകുക ചെയ്യുക. അല്ലാണ്ട് വാഷിംഗ് മെഷീൻ എന്ന് വെച്ചാൽ കുറെ അല്ലാണ്ട് തന്നെ അലക്കാനുള്ള കുറേ സാധനങ്ങൾ. ഇതാ സിദ്ധു പത്തിരി തിന്നുന്ന തിരക്കിലാണേ. ഇങ്ങനെയുണ്ട് സിദ്ധു കറി? അടിപൊളിയാ. അന്ന് ഇത്ര സൂപ്പർ ആയിക്കില്ലേ കറി? ഞായറാഴ്ച രാവിലത്തെ ഉറക്കെല്ലാം കഴിഞ്ഞതിനെ കൊണ്ട് കുറച്ച് വൈകിട്ടാന്നുള്ളത്. പിന്നെ ദേവുവിന് കുറച്ച് ഇന്നലത്തെ മീൻകറിയും കൂടി ഉണ്ട് കേട്ടോ. ഇന്നലത്തെ മീൻകറി പിന്നെ കുഞ്ഞു സിദ്ധു ഒന്നും അങ്ങനെ കഴിക്കൂല. ദേവു പിന്നെ ഇന്നലത്തെ മീൻകറിയില്ല. നല്ല അടിച്ചു കയറ്റലാണ്, അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടായില്ല. ഇന്ന് ഉച്ചക്കത്തേക്കുള്ള നമ്മളെ ഫുഡാണ് നെയ്ച്ചോറാണ്. അത് കുറേ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാത്ത. അന്നേരം പിന്നെ ഏതായാലും വേറെ പലതരമൊക്കെയാണ് പറഞ്ഞ് ഞായറാഴ്ചയല്ലേ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന്, കുഴിമന്തി എന്നൊക്കെ. അപ്പൊ കുഴിമന്തി ഒന്നും എന്തായാലും നടക്കൂല. കാരണം എന്താ വെച്ചാല് ചിലപ്പോ നന്നാവൂന്ന് പറയാനാവില്ലല്ലോ. എനിക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞൂട കേട്ടോ. പിന്നെ നെയ്ച്ചോറിന്റെ സാധനങ്ങളെല്ലാം ഇവിടെ നമ്മൾ വാങ്ങിക്കൊണ്ടുവച്ചിക്ക്. ചിക്കൻ ഉണ്ട് റെഡിയാക്കുന്നത്. സതീഷേറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ടി വി കാണുന്ന പരിപാടിയിലാട്ടോ. മറ്റേ ആളും ഉണ്ട്, പക്ഷെ മറ്റേ ആള് തറ ടിക്കറ്റ് എടുത്താ കാണുന്നതെന്നാളൂ. തറയിൽ കാണിച്ചു കൊടുക്കതേവു. ഒരു സൈഡ് പൊരിക്കുക. പക്ഷെ ആ കുളിയെല്ലാം കഴിഞ്ഞിരിക്കും. അത് നല്ല മോനായിട്ടാണ് ഇരിക്കുന്നത്. ഇനി തിരുമ്പൽ പരിപാടിയിലേക്കാണ്. തിരുമ്പൽ പോയി അലക്കൽ. വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റാത്ത ഒരുപാട് സാധനം ഉണ്ട്. ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു എൻ്റെ ബന്ധത്തിലും അല്ലാണ്ട് തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ടീച്ചറെ മോൻ്റെതും. അപ്പൊ അതിനെല്ലാം പോയതിനെ കൊണ്ട് നല്ല ഡ്രസ്സ് ഉണ്ട് കുറെ. എല്ലാവരും ഉള്ള ഒരു ഇതിൽ നമ്മൾ എങ്ങനെയൊക്കെയാ മുന്നോട്ട് പോകുന്നത് വെച്ചാൽ കീ അടിക്കുന്നുണ്ട്. ദേവു കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതാണ് ദേവുവിനെ കാണാത്തത്. അപ്പൊ എന്തായിട്ട് അത് വേഗം ഒന്ന് അലക്കിയിട്ട്, കാരണം കുറച്ച് വെയിൽ കാണുന്നുണ്ട്. നല്ല മഴയാ പൊതുവെ ഉണ്ടായാല്. ഇതാട്ടോ ഇവിടുന്നാണ് നമ്മളെ ഇതാട്ടോ ഞാളുടെ വീടിന്റെ ബാക്ക് വയ്യേപ്പുറം. അപ്പൊ എന്താ ഞാൻ പറയാ, കൊയിലാണ്ടി ഭാഗത്തൊക്കെ ഉള്ളോല് വയ്യേപ്പുറം എന്നൊക്കെ പറയൂ, പിന്നാമ്പുറം എന്നൊക്കെ പറയൂ ഓരോരുത്തർ. വീടിന്റെ പിന്നാമ്പുറം എന്നൊക്കെ. ഇതാണ് നമ്മളെ തനിയായ രൂപം. ഇതിന്റെ മുകളിലാണ് ആറിയിടുക. വീടിന്റെ മുകളില് ടെറസിലാണ് ആറിയിടുക. അവിടെ 2 വീട്ടുകാർക്കും ഞങ്ങളെ മുകളിലുള്ളവർക്കും കൂടെ ആറിയിടാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ ഇതിപ്പോ നമ്മളെ നല്ല സാധനമല്ലേ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇത് വാഷിംഗ് മെഷീനിൽ ഇടാതെ അലക്കിയതിനെ കൊണ്ട് വേഗം ഉണങ്ങി കഴിഞ്ഞാൽ എടുത്ത് അകത്തേക്ക് വെക്കാം. മറ്റേ ആ മുകളിലുള്ള വാർപ്പിന്റെ മുകളിൽ ഷീറ്റിന്റെ അടിയിൽ ഇന്നിപ്പോ അറിയിട്ട നാളെ രാവിലെ പിന്നെ പോയി എടുക്കും. മുകളിലാണല്ലോ 2 തട്ട് മുകളിൽ പോണ്ടേ. അപ്പൊ ഇത് അത്രയും നേരം വെയിലത്ത് ഇങ്ങനെ കത്തി കരിയും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ആകുമ്പോൾ കുറച്ച് ആറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വന്ന് എടുത്തിട്ട് പോവാലോ. കുളി കഴിഞ്ഞ് ഇപ്പം വന്നിട്ടുള്ളൂ കേട്ടോ. ഒരു 2-2:15 ഭക്ഷണ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിച്ചേ. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം എല്ലാം കഴുകുക, അതെല്ലാം ഒഴിച്ചെല്ലാം കഴുകിയതിന് ശേഷം കുളിച്ചേ. അപ്പോൾ ആകെ കുളി കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു മേക്കപ്പ് എന്ന് വെച്ചാൽ ഇതാട്ടോ, ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസർ. ഇത് എനിക്ക് തോന്നുന്നത് എനിക്ക് പൊതുവെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഒരു എന്താ പറയുക, മുഖത്ത് പുരട്ടിയിട്ട് മാറ്റങ്ങളും അതേപോലെ തന്നെ
എൻ്റെ സ്കിന്നിൽ അത്രയും നല്ലോണം ഒബ്സർവ് ആകുന്ന ഒരു സാധനമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് കുറച്ച് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയാ ഒരു എവിടെയെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പോകുമ്പോൾ ആ ഒരു ഇതുണ്ടാവും, അല്ലാണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ മുഖത്തൂടെ എണ്ണ ഇങ്ങനെ ഒലിക്കും. അപ്പൊ അതിലൊക്കെ കുറെ മാറ്റമുണ്ട്. നിങ്ങൾക്കായിരിക്കും തോന്നിയിപ്പോന്ന് എനിക്കറിയില്ല. ആകെ പിന്നെ രാവിലെ കുളിച്ചാല് രാവിലെ തന്നെ എണീറ്റാല് മുഖം കഴുകി കഴിഞ്ഞാല് ഒന്ന് നന്നായിട്ട് പരട്ടിയിടും. അപ്പൊ ഇത് കണ്ടാലറിയാം നല്ല രീതിയിൽ എന്താ മുഖത്ത് നല്ല എന്താ അതിലൊരു ഇങ്ങനെ ഒരു എണ്ണമയം ഒന്നും ഇല്ല, വൈറ്റ് കാസ്റ്റ് ഇല്ല. കാര്യമായിട്ട് അതാണ്. ഇല്ലെങ്കിൽ പിന്നെ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, ഇത് ഞാൻ അല്ലാണ്ട് തന്നെ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് മാത്രമാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. പിന്നെ എൻ്റെ ആകെ കുളി കഴിഞ്ഞാലുള്ള മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ഇത് തേക്കും, പിന്നെ കുറച്ച് പൗഡർ നിർബന്ധ, അത് പണ്ടേ ഇട്ട് ശീലമായതിനെ കൊണ്ട്. പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കലുണ്ട്. ഇന്ന് വീട്ടിൽ നിന്നായതിനെ കൊണ്ട് മഴയൊക്കെ ആയതിനെ കൊണ്ട് അല്ലാണ്ട് ഡോക്ടർ ഷെൽത്തിന്റെ സൺസ്ക്രീൻ ഉപയോഗിക്കല്. അത് സ്ഥിരമായിട്ടൊന്നുമില്ല, ഇപ്പൊ നല്ല വെയിലൊക്കെ ആയ സമയത്താണ് വാങ്ങിച്ചത്, അപ്പൊ ഞങ്ങൾ അത് യൂസ് ചെയ്യലുണ്ടെന്നുള്ളൂ. പിന്നെ മോയ്സ്ചറൈസർ നിർബന്ധം കേട്ടോ, ഒരു ക്രീം തേക്കാണ്ട് പൗഡർ ഇടുമ്പോൾ എന്തോ പോലെയാണ് പണ്ടേ. അത് ഇപ്പാണ് ഓരോരോ സ്കിൻ ടൈപ്പും സ്കിന്നിന്റെ കാര്യങ്ങൾ നോക്കി ചെയ്യുന്നത്. അല്ലാണ്ട് ആദ്യമൊക്കെ ആണെങ്കിൽ പോൺസ് ആയിരുന്നു, ആദ്യമൊക്കെ ഫുള്ളും പോൺസ് അങ്ങനെ അങ്ങനെ ഓരോരോ കമ്പനി മാറി മാറി ചെയ്യായിരുന്നു. ഇപ്പം ഇത് എന്താ ഞാൻ നോക്കി നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയതാണ്. പിന്നെ മോയ്സ്ചറൈസ് തേച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഒരു പൊട്ടു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പൗഡർ പണ്ടേ ഉള്ളൊരു വീക്ക്നെസ് ആണ്. പൗഡർ ഇടാതെ എവിടെ ഒരു പരിപാടിയില്ല. അത് ഏത് മോയ്സ്ചറൈസർ അങ്ങനെ ഏത് പൗഡർ ഒന്നൊന്നുമില്ല, എല്ലാ പൗഡറും യൂസ് ചെയ്യും. ഇതിപ്പോ യാഡ്ലിന്റെ ഒരു പൗഡർ ആയിട്ട് എടുക്കുന്നത്. പിന്നെ അധികം യാഡ്ലി തന്നെയാന്ന് വാങ്ങല്. പിന്നെ സ്മെല്ല് നല്ല മറ്റേ എന്താ മോർണിംഗ് ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ സ്മെല്ല് നല്ല കേട്ടോ. പിന്നെ ഒരു ഒട്ട് തൊടും. പിന്നെ ഇത് ഞങ്ങള് ഇവിടെ അമ്പലത്തിൽ പോയപ്പോഴാണ് നമ്മളെ ബാംഗ്ലൂർ പോയ സമയത്ത് ആ അമ്പലം കൊണ്ടുവന്ന കുറി കേട്ടോ. ഇതാണ് മേക്കപ്പ്. ഇതിൽ കൂടുതൽ കാര്യമായിട്ടുള്ള മേക്കപ്പ് ചെയ്യില്ല. ഇനിയിപ്പോ അടുത്ത ചോറ് നിൽക്കില്ല, 2 മണി കഴിഞ്ഞ് നമുക്ക് ചോറുന്ന. നെയ്ച്ചോറാക്കിയിട്ടുണ്ട്, ചിക്കൻ കറിയുണ്ട്, പിന്നെ ഇതിനെന്താ പറയാ സലാഡ്. വേറെന്തോ പേര് പറയൂ കേട്ടോ സലാഡ്. ചോറ് വേറെ ഉണ്ട്, ഇത് ഒരിക്കൽ തണിയാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് എടുത്തു വെച്ച കേട്ടോ, കുറച്ചുണ്ടാക്കിയതല്ല. മതിയാ? ഭക്ഷണം കഴിക്കാന് ഇതാ എല്ലാവരും സെറ്റായി ഇരുന്ന് തുടങ്ങി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ എന്തായാലും നമ്മളെ ദിയ പോയത് പറഞ്ഞിട്ടില്ല. ദിയ പഠിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിലേക്ക് പോയി. അവിടെയാണ് +1 +2 ബ്രില്യൻസിന്റെ നീറ്റും കൂടി നീറ്റിന്റെ ഭവൻസിലാണ് ചേർന്നത്. നീറ്റും കൂടി എൻട്രൻസിന്റെ കോച്ചിങ്ങും കൂടെ വരണ്ടിയിട്ടാണ് അങ്ങനെ പോയെ. CBSE ആണ് ഓള് പോയത്. ഞങ്ങൾക്ക് ഭയങ്കര ഒരു മിസ്സിംഗ് ആണ്, പ്രത്യേകിച്ച് ദേവുനെ. എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും, അതെ. ഇപ്പൊ നമ്മളെ വീഡിയോയിലെല്ലാം കണ്ടിട്ട് നീഹലിനെയും ദിയനെയും ഉണ്ണേട്ടനെയും നീനും ഒക്കെ വെച്ചാൽ നമ്മളെ സ്വന്തം ആൾക്കാരെ പോലെ തന്നെയാണല്ലോ. അപ്പൊ ഒരു മോളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ്. കാരണം ഓള് ഇവിടെ ദേവുനായിട്ട് ഭയങ്കര ഇതാണ്. അപ്പൊ ദേവുന് ഭയങ്കര മിസ്സിംഗ് ആണ്. ഇത്ര ദിവസം ഈ മോളുമ്പോളിങ്ങനെ ഡ്രസ്സൊക്കെ ആരിടാൻ പോകുമ്പോ ഇങ്ങനെ ദിയെ കൊറേ കഥ പറഞ്ഞ വരിക. 2 മണിക്കൂർ കഴിഞ്ഞ താഴോട്ട് വരും, മുകളിൽ ആരിടാൻ പോയി കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ എനിക്ക് എന്തോ ഒരു സങ്കടമായി. രാവിലെ അമ്മ അന്ന് ദിയ പോയിട്ടോ, ഇന്നലെ രാത്രി പോയി ഓളെടുത്ത്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ? ഇനിയിപ്പോ അങ്ങനെ മിസ്സിംഗ് ആയിരിക്കും. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ദേവുന് എന്തെങ്കിലും ദേവുമ്പോ ഇപ്പൊ ഇങ്ങനെ തന്നെയൊക്കെയാണ്. ഞങ്ങൾ എന്തായാലും സൺഡേകളില് എന്നും ഒരുമിച്ചിരിക്കാൻ നോക്കാറുണ്ട്. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നെങ്കിലും ഓഫീസിലായിരിക്കും,
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടിയിലായിരിക്കും ചായ കുടിക്കൊക്കെ വേറെ ടൈമിലൊക്കെ ടൈമിലൊക്കെ ആയിരിക്കും. അപ്പം സൺഡേ മാക്സിമം എല്ലാവരും ഒന്നിച്ചിരുന്ന് രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും മാക്സിമം ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട്. അതെ. അപ്പൊ ഇന്ന് വെക്കേഷന്റെ ഒരു ഇതാന്ന് ഇതിനെ കൊണ്ടാട്ടോ ഇങ്ങനെ കുറച്ചൊക്കെ ഒരു ലേറ്റ് ആയി എന്ന് പറയാ ശരിക്കും ഫുഡ് കഴിക്കാൻ 2-2:15 അല്ലാത്തൊരു സമയമൊക്കെ ആണെങ്കിൽ വേഗം കഴിക്കും. പിന്നെ ഇവര് സഹിച്ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവര് ഉച്ചയ്ക്ക് അധികം ലേറ്റ് ആവും. കാരണം രാവിലത്തെ എഴുന്നേൽക്കലും ലേറ്റ് ആവുന്നതിനെ കൊണ്ട് ചായ ലേറ്റ് ആവും, പിന്നെ ചോറ് ലേറ്റ് ആവും. എല്ലാം മറന്നു. മറ്റേ ആള് ഇവിടുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതപ്പൊ സിദ്ധുവിന്റെ കുളിയും കൂടിയും കഴിഞ്ഞ് ഇനി നേരത്തെ കുളിച്ചതാട്ടോ. ഇനിയിപ്പോ ഞങ്ങൾക്ക് വിളക്ക് എത്തിക്കാനുണ്ട് അല്ലേ സിദ്ധു? വേഗം പോയി ഡ്രസ്സെല്ലാം മാറ്റി. ദീപം ദീപം ജപിച്ചോളി. നാരായണായ നമ, അച്യുതായ നമ, അനന്തായ നമ, അമൃതായ നമ, ഗോവിന്ദായ നമ, ഗോപാലായ നമ, ശ്രീകൃഷ്ണായ നമ, വിഷ്ണുവേ ഹരി, നമ ശിവായ, നാരായണായ നമ, അച്യുതായ നമ, അനന്തായ നമ, അമൃതായ നമ, ഗോവിന്ദായ നമ, ഗോപാലായ നമ, ശ്രീകൃഷ്ണായ നമ, വിഷ്ണുവേ ഹരി. ശംഭോ ശംഭോ ശിവ ശംഭോ ശംഭോ ശിവ ശംഭോ ശംഭോ ശിവ ശംഭോ ശിവ ശംഭോ ശംഭോ ശിവ ശംഭോ ശംഭോ ശിവ ശംഭോ ശംഭോ ശിവ ശംഭോ തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മളെ ചെറിയ വിശേഷങ്ങൾ, ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ. അതെ, ഞങ്ങൾക്ക് അറിയാം. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു ഫാമിലിയാണ്. അപ്പൊ ഞങ്ങളെ ചെറിയ ചെറിയ വിശേഷങ്ങളായാലും കാണാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളെ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന നന്മയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ വലിയൊരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും അല്ല പ്രതീക്ഷിക്കുന്ന നിങ്ങൾ ഞങ്ങൾക്ക് ശരിക്കും അറിയാം. കാരണം നമ്മളെ മക്കളെ കാണണം, നമ്മളെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അറിയണം, ഞങ്ങളെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എന്താ ഇനിയും നമുക്ക് അത് മുന്നോട്ടേക്ക് വെക്കണം. നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ ഫുള്ള് കാണണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ ബന്ധുക്കൾ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.